സോ ഹായ് ഫ്രണ്ട്സ്, ആക്ടർ ബാല പഴയ വൈഫായിട്ടുള്ള അമൃത സുരേഷ് ഇവർ തമ്മിലുള്ള പ്രശ്നം സോൾവ് ആയെന്നാണ് കേട്ടത്. നമ്മൾ കുറച്ച് നാൾക്ക് മുമ്പ്, ഒരു 5-6 മാസങ്ങൾക്ക് മുമ്പ് കുറച്ച് വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിരുന്നു. ബാലയുടെ മകളും അമൃതയുടെ മകളുമായിട്ടുള്ള പാപ്പു, ആ കുട്ടിയുടെ വീഡിയോസും ഒക്കെ കുറേ വൈറലായതാണ്. സോ സംഭവം ഇത്രയേ ഉള്ളൂ. ആ കുട്ടിക്ക് വേണ്ടി മാറ്റി വെച്ചിരുന്ന കുറച്ച് കാശുണ്ടായിരുന്നു ബാല. ആ ഒരു കാശെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 15 ലക്ഷം FD, പിന്നെ ഓരോ വർഷം വെച്ച് 7 വർഷം വരെ അടയ്ക്കുന്ന ഇൻഷുറൻസ് പോളിസി. ആ ഇൻഷുറൻസ് പോളിസി അങ്ങ് സറണ്ടർ ചെയ്ത് അങ്ങ് എടുത്തു എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, കോടതിയിൽ സബ്മിറ്റ് ചെയ്യേണ്ട ഒരു ഡോക്യുമെൻ്റ് ഉണ്ട്. അതിൽ 5ാമത്തെ പേജായിട്ടുള്ള ഡോക്യുമെൻറ്റിൽ താൻ കള്ള ഒപ്പിട്ടു, അതായത് ഫോർജറി ചെയ്തു, കള്ള ഒപ്പിട്ടു, ഡോക്യുമെൻറ്റിൽ കൃത്രിമം കാണിച്ചു. അങ്ങനെ കൃത്രിമം കാണിച്ചു കോടതിയെയും പറ്റിച്ചു, നാട്ടുകാരെയും പറ്റിച്ചു, സ്വന്തം ഭാര്യയും പറ്റിച്ചു, മോളെയും പറ്റിച്ചു. എന്നിട്ട് ഇടുന്ന് കുട്ടിയുമായിട്ട് ഞാൻ സന്തോഷമായിട്ടുള്ള ഒരു ജീവിതമാണ് നടത്തുന്നത് എന്നൊക്കെ പറഞ്ഞ് അവിടെ കടന്ന് മെഴുകുകയാണ്. ഇതാണ് നമ്മുടെ സ്വന്തം ബാലച്ചേട്ടൻ. സോ ബാലച്ചേട്ടൻ്റെ ഈ ഒരു പ്രവൃത്തിയോട് യോജിക്കുന്ന ആളുകളാണ് കൂടുതലും കമൻറ്റ് ബോക്സിൽ ഞാൻ കണ്ടത്. അതായത്, നിനക്ക് കാശൊന്നും വേണ്ട എന്ന് പറഞ്ഞതല്ലേ അമൃത, പിന്നെ എന്തിനാണ് കിടന്ന് കരയുന്നത്? മോക്ക് കാശ് വേണ്ട എന്ന് മോളെ കൊണ്ട് നീ പറയിപ്പിച്ചതല്ലേ, പിന്നെ എന്തിനാണ് മോക്ക് കാശ്? ആ കാശ് വേണ്ടാന്ന് വെച്ചുകൂടെ എന്നൊക്കെ തരത്തിലുള്ള കമൻറ്റുകളാണ്. എനിക്കിതാണ് മനസ്സിലാവാത്തത്. ഈ കമൻറ്റുകൾ ചെയ്യുന്നത് ബാലയുടെ ആളുകളാണോ, ബാല തന്നെയാണോ, അതോ ബാലയോട് അകമഴിഞ്ഞ സ്നേഹമുള്ള ആളുകളാണോ എന്നറിയില്ല. എന്തായാലും സംഭവം മോശമാണ്. സ്വന്തം മകളെ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അത് കുറച്ചൊക്കെ ഉത്തരവാദിത്തമാവാം. മകള് 9 വയസ്സുള്ള അല്ലെ 10 വയസ്സുള്ളൊരു മകള് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങ് തീരുമാനിച്ച് അക്കൗണ്ടിലെ കാശ് എടുക്കുവാണോ, അല്ലെങ്കിൽ ഇൻഷുറൻസിലെ പോളിസി സറണ്ടർ ചെയ്തെടുക്കുവാണോ? ഈ ഇൻഷുറൻസ് പോളിസി സറണ്ടർ ചെയ്താൽ തന്നെ സറണ്ടർ ചാർജസ് എന്ന് പറഞ്ഞ സംഭവം കുറേയൊക്കെ പോകും, അതിൻ്റെ നഷ്ടമാണ്. അപ്പോൾ പിന്നെ കാശ് കൊണ്ട് എടുത്തോളം അവസ്ഥ എന്തായാലും. പക്ഷേ ഇത് ആളുകളെ പറ്റിക്കല്ലേ, അവർക്ക് ഒരു പക്ഷേ കാശൊന്നും വേണ്ടായിരിക്കും നിങ്ങളുടെ, പക്ഷേ കോടതിയിൽ സബ്മിറ്റ് ചെയ്ത ഡോക്യുമെന്റ് ഫോർജറി ചെയ്ത് ഇയാളെ പറ്റിക്കുക, അയാളുടെ കയ്യൊപ്പ് ഇടുക, ഇതൊക്കെ ആരാണ് അനുവാദം നൽകിയത്? ഈ ബാലയുടെ വക്കീൽ ആരാണ്? ഈ വക്കീലിന്റെ അനുവാദത്തോടു കൂടിയാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത്? ഇതൊന്നും നമുക്കറിയില്ല. പക്ഷേ എന്നാലും കേട്ട അടിസ്ഥാനത്തിൽ നമുക്കൊന്ന് റിയാക്ട് ചെയ്യണം തോന്നി. എന്തായാലും ആദ്യമേ നമുക്ക് നമ്മുടെ അമൃതയുടെ പോഷൻ ഒന്ന് കേൾക്കാം. അത് കഴിഞ്ഞിട്ട് ബാലചേട്ടൻ്റെ എന്താണ് മെഴുകൽ എന്നൊന്ന് കേൾക്കാം. ഓക്കെ, ആദ്യമേ നമുക്ക് അമൃതയിലേക്ക് പോകാം. യെസ് അമൃത, പറയൂ. എൻ്റെ സിഗ്നേച്ചർ അടക്കം വേറെയാണ്. അപ്പോൾ ആ പേജിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മോൾക്ക് ആകെപ്പാടെ കൊടുത്തിരിക്കുന്ന ഒരു ഇൻഷുറൻസ് പോളിസി ഉണ്ട് HDFCയിൽ. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു പേജാണ്. അപ്പോൾ അതിനകത്ത് മകൾക്ക് മെച്യൂർ ആയതിനു ശേഷം മാത്രം അവൾക്ക് മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഡോക്യുമെൻറ്റ്സ് പരിശോധിച്ചപ്പം ഈ ഒരു സംഭവമാണ് മിസ്സിങ്. മാത്രമല്ല, എന്നിട്ട് ആ ഒരു ഫുൾ പേജ് ഫോർജ്ഡായിട്ടാണ് വെച്ചിരിക്കുന്നത്. മൊത്തം വ്യത്യാസം. അപ്പോൾ അടിപൊളി, ഇങ്ങനെ കാരണം ഡോക്യുമെന്റ് തന്നെ ഫോർജ് ചെയ്ത് അങ്ങ് പറ്റിച്ചു അല്ലേ? അടിപൊളി സാധനം. ഇതിനൊക്കെ ഒരു ധൈര്യം വേണം. പക്ഷേ ഇതിനൊക്കെയുള്ള ബുദ്ധി ആരാണ് പറഞ്ഞു കൊടുക്കുന്നതെന്ന് അറിയത്തില്ല, ഒരു പിടിയില്ല. ബാലയുടെ വക്കീലിനൊക്കെ ഇതൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ? സാറേ, ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല, ഈ രീതിയിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവസാനം പോക്കൂന്ന് പറയണ്ടേ? ഒന്നുമില്ലേലും എല്ലാവരും കൂടെ ചേർത്ത് ആ ഒരു പാവം കൊച്ചിനെ, ഞാൻ അമൃതയാണ് ഉദ്ദേശിച്ചത്, അയാളെ വെറുതെ ഇങ്ങനെ വേട്ടയാടേണ്ട കാര്യമുണ്ട്. അയാൾ സ്വസ്ഥമായിട്ട് ജീവിക്കുകയല്ലേ, അയാൾ സ്വസ്ഥമായിട്ട് അയാളെ ചെറിയ വരുമാനത്തോട് ജീവിക്കുകയല്ലേ? നിങ്ങളൊക്കെ കോടീശ്വരന്മാരല്ലേ, നിങ്ങൾ ഇഷ്ടംപോലെ കാശല്ലേ? 5ാമത്തെ 6ാമത്തെ കല്യാണവും കഴിച്ചു. അപ്പോൾ പിന്നെ വീണ്ടും ഇയാളിങ്ങനെ ഉപദ്രവിക്കുന്നത് ശരിയല്ല. ബാക്കി വേഗം എനിക്ക് സംശയം തോന്നിയിട്ട് ഞാൻ HDFC ബാങ്കിൽ വിളിച്ച് ചോദിക്കും. അവിടെ വിളിച്ച് ചോദിച്ചപ്പോഴാണ് അറിയുന്നത് ആ ഇൻഷുറൻസ് മൊത്തം സറണ്ടർ ചെയ്യുകയും പിന്നെ അതിനകത്തുള്ള പൈസ മൊത്തം എടുക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ കേസ് നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ലീഗൽ അഡ്വൈസ് എങ്ങനെയായിരുന്നു, നമ്മൾ ഇതൊരു കേസായിട്ട് മുമ്പോട്ട് പോകണം, നമുക്ക് അങ്ങനെ ഒരു കേസായിട്ട് പോകാനൊന്നും ആഗ്രഹിച്ചിട്ടുണ്ടെന്നല്ല. കാരണം പാപ്പുവിനാണെങ്കിൽ പോലും ഞാനാണിപ്പോൾ അവളുടെ ഒരു ഗാർഡിയനല്ലേ, അപ്പോൾ അവൾക്ക് അവകാശപ്പെട്ട ഒരു സംഭവമാണ്. അവൾക്ക് ആകെ കിട്ടുന്ന കുറച്ച് മെച്യൂർ ആയതിനു ശേഷം ആകെ കിട്ടുന്ന കുറച്ച് പൈസയാണ്, അതും എടുത്തു എന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമമുള്ള. അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര മോശമാണ്. ഈ പറഞ്ഞ കന്നിക്കാലത്തിൽ കൈയിട്ട് വരുന്ന സ്വഭാവം കാണിക്കരുത് ശുഭാല. അന്ന് ശരിയായ രീതിയല്ല. പിന്നെ കേസിന് പോകണോ വേണ്ടയോ ചിന്തിച്ചിട്ടില്ല എന്ന് പറയുന്ന കാര്യം സത്യമാണ്. കാരണം എന്നറിയാം, ഓരോ സിറ്റിങ്ങിനും ഓരോ പ്രാവശ്യം മുമ്പ് വക്കീലുമാർക്കും കോടതി വളപ്പിലും ഒക്കെ ഇഷ്ടംപോലെ കാശ് ഇറങ്ങുമെന്ന്. ഈ കാശ് ആരുടെ കാശാണ്? ഈ ഇവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശല്ലേ വെറുതെ കോടതി കൊണ്ട് മറിക്കുന്നത്, അല്ലെങ്കിൽ വക്കീലമാർക്ക് കൊണ്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് വിഷമിച്ചിട്ടായിരിക്കും അയാൾ പറഞ്ഞത് കോടതി കേസൊക്കെ വേണ്ട, ഈ കോടതി കേസ് കയറി ഇറങ്ങുന്നത് പറയാം അതിൻ്റെ ബുദ്ധിമുട്ട്. ബാക്കി നോക്കാം. നമുക്ക് ആകെ മോളുടെ പേരിൽ 15 ലക്ഷം രൂപയാണ് എൻറ്റയർ ലൈഫ് ടൈം സെറ്റിൽമെൻറ്റ് ചെയ്തിരിക്കുന്ന ഡിവോഴ്സിൽ. അതല്ലാണ്ട് വേറൊരു എക്സ്ട്രാ എമൗണ്ടോ അല്ലെങ്കിൽ വേറെ പ്രോപ്പർട്ടിയോ അങ്ങനെ ഒന്നുമില്ല. എൻറ്റയർ മകൾക്ക് വേണ്ടി ജീവിതകാലം മൊത്തം കല്യാണം, പഠിത്തം, ചെലവ് എല്ലാത്തിനും വേണ്ടി ഒരു 15 ലക്ഷം രൂപയുടെ FDയും പിന്നെ 1 ലക്ഷം രൂപ വീതം 7 വർഷത്തേക്കുള്ള ഒരു ഇൻഷുറൻസ് പോളിസിയും ഇത് മാത്രമാണുള്ളത്. ആ ഇൻഷുറൻസ് പോളിസിയാണ് നമുക്ക് ആക്ച്വലി ഇദ്ദേഹം അടയ്ക്കുന്നില്ല എന്നും അടച്ച് നമുക്ക് റിസീപ്റ്റ് തരണം എന്നാണ് എഗ്രിമെൻറ്റിലുള്ളത്. ഇത്ര നാൾ അടയ്ക്കാണ്ടിരുന്നിട്ട് നമ്മളിതിൻ്റെ പുറകെ ഒന്നും പോയിട്ടില്ല, നമുക്ക് പൈസ വേണ്ട, ആ എന്തോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ നമ്മളതിനെ എന്താ പറയുക സമാധാനമായിട്ട് ജീവിച്ചാൽ മതി എന്നുള്ളൊരു ഇതിൽ പോവാണ്. പക്ഷേ ഇപ്പോൾ കേസ് വന്നപ്പോൾ
അവരുടെ സൈഡിൽ നിന്ന് ഡോക്യുമെൻറ്റ്സ് മൊത്തം എന്താ പറയുക ഇതിനെക്കുറിച്ച് മാറ്റുകയും ഡോക്യുമെൻറ്റ്സ് മൊത്തം തെറ്റായി കൊടുത്തതിൻ്റെ സിഗ്നേച്ചർ അടക്കം മാറ്റി ഹൈക്കോടതിയിൽ സബ്മിറ്റ് ചെയ്യും. ഇങ്ങനെയൊക്കെ വന്നപ്പോൾ നമുക്കത് അതിനെക്കുറിച്ച് പറയാനായിട്ട് മാത്രമല്ല 2022 കുറച്ച് അടച്ച കാശ് പിൻവലിക്കുകയും ചെയ്തു, ബാക്കി കാശ് വീണ്ടും പിൻവലിച്ചു. ഈ അടച്ച കറക്റ്റ് റെസിപ്റ്റ് ബോധ്യപ്പെടുത്തണമെന്നുണ്ട്, അതൊന്നും ചെയ്യുന്നില്ല. അതൊക്കെ പോട്ടെ. ഈ പെൺകുട്ടി വളരെ എനിക്കൊന്ന് അധികം പ്രശ്നമില്ലാത്ത രീതിയിൽ കൊണ്ടുപോകാൻ താല്പര്യമുള്ളതാണ്. വേറെ എല്ലാവരായിരുന്നെങ്കിൽ ഒരുപക്ഷെ അഴിയെണ്ണിയും നല്ല രീതിയിൽ പണി കൊടുത്തേനെ. ഇതിനകത്ത് ഇതൊക്കെയാണ്. എന്തിനാണ് ഈ ചെറിയ എമൗണ്ട് പോലും നിങ്ങൾ കോടീശ്വരന്മാരല്ല, നിങ്ങൾക്കൊരു 15 ലക്ഷം അല്ലെങ്കിൽ 7 ലക്ഷം വലിയ വിഷയമുള്ള കേസാണ്, അത് കൊടുത്ത് സെറ്റിൽ ചെയ്യും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അവർക്ക് അത്രയെങ്കിലും കൊടുക്കണ്ടേ. അത് മാത്രമല്ല ഈ അമൃതയ്ക്ക് ദൂർത്തടിക്കാൻ വേണ്ടിയല്ല, ആ കുട്ടിയുടെ പഠനത്തിന് വേണ്ടിയല്ല. അയാൾ 2 വയസ്സാകുമ്പോൾ ഒരു എമൗണ്ട് അയാളുടെ ഭാവിക്കോ അയാളുടെ പഠിത്തത്തിനോ മാറ്റി വെക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു നിവൃത്തിയില്ല. കാരണം ഇത്രയും നാൾ മോളെ ചൊല്ലിക്കൊണ്ടായിരുന്നു ഒരു ഗെയിം ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നത്. അവളെ മുമ്പിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു കഥകളായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. അതിൽ വരെ കാപട്യായിരുന്നു ഉണ്ടായിരുന്നത്. അതുവരെ അവൾക്ക് ഇത് കൊടുത്തു അത് കൊടുത്തു ഇത് കൊടുത്തു എന്നൊക്കെ പറയുന്നത് വരെ ആകെ കൊടുത്തിരിക്കുന്ന ഒരു ചെറിയ എമൗണ്ടാണ്. അതൊരു ഇൻഷുറൻസ് പോളിസി അതുവരെ എടുത്ത് അതിലുണ്ടായിരുന്ന കുറച്ച് പൈസ, വളരെ കുറച്ച് പൈസ ഉണ്ടായിരുന്നുള്ളൂ അതിനകത്ത്, അതും എടുത്തു. അപ്പോൾ ശരിക്കും ആ കുഞ്ഞിനെ കൂടെ പറ്റിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അവളുടെ ഒരു 18 വയസ്സ് കഴിയുമ്പോൾ അവൾക്ക് ചിലപ്പോൾ ഹയർ സ്റ്റഡീസിനൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ചെറിയൊരു എമൗണ്ടാണ്. അതുവരെ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളെയും കൂടെ വീണ്ടും പറ്റിച്ച ഒരു അവസ്ഥയാണ്. അപ്പോൾ നേരത്തെ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, നമ്മുടെ കുഞ്ഞിൻ്റെ സ്നേഹം, അകമഴിഞ്ഞ സ്നേഹം ഇങ്ങനെ അലയിടിക്കുകയും ഒഴുകുന്നൊരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ബാലചേട്ടൻ്റെ. അപ്പോൾ ബാലചേട്ടൻ്റെ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞു, തുടക്കത്തിൽ ഇങ്ങനെയാണ് മോളെ എനിക്ക് നീ എന്നെ അപ്പാന്ന് വിളിച്ചല്ലോ, എനിക്കത് മതി, എനിക്ക് വേറൊന്നും വേണ്ട, ഇനി ഞാൻ നിന്നെക്കുറിച്ചൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല, അത് പറഞ്ഞു കഴിഞ്ഞാൽ കോടതി അലക്ഷ്യമാകും എന്ന് പറഞ്ഞ ബാല തന്നെയാണ് കോടതി അലക്ഷ്യത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ആ ഡോക്യുമെൻ്റ് കള്ള ഒപ്പൊക്കിട്ട് ഫോർജ് ചെയ്ത് കാശും പിൻവലിച്ചു. മോളെയും നമ്മളിത് അറിഞ്ഞിട്ടുണ്ടായിരുന്നു 2022 എങ്ങാണ്ട് ഈ പൈസയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, മകളായിരിക്കണം അതിൻ്റെ വിഡ്രോ ചെയ്യാനുള്ള അവകാശി, 18 വയസ്സിന് ശേഷം വേറെ ആരും അതിൽ തുടരുതെന്നുള്ളത് അതിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ആ ഒരു പോർഷനാണ് എടുത്തു കളഞ്ഞത്. അപ്പോൾ അത് ശരിക്കും പാപ്പിന് വേണ്ടി സംസാരിക്കാൻ ഇപ്പോൾ ഞാനല്ലേ ഉള്ളൂ. മാത്രമല്ല നമ്മളത് കേസായിട്ട് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ലീഗലി മകൾക്കും ഭാവിയിലേക്ക് അത് നാളെ കൊച്ചു എൻ്റെ അടുത്ത് ചോദിക്കാം അമ്മ എവിടെ എന്ന് ചോദിക്കുമ്പോൾ എനിക്കും പറയാനൊരു ഉത്തരമില്ല. ഡോക്യുമെന്റ് ഈ പറഞ്ഞില്ല, കമന്റ് ബോക്സിൽ വരുന്ന കമന്റുകൾ വളരെ കോമഡിയാണ്. അതായത് ബാലെ വേണ്ട എന്ന് പറഞ്ഞതല്ലേ മോള്, എന്തിനാണ് കാശ്, എന്തിനാണ് ഉൾപ്പില്ലേ, വേണ്ടെന്ന് വെച്ചുകൂടെ എന്നൊക്കെ പറഞ്ഞ കമന്റുകൾ വരുന്നുണ്ട്. എന്തായാലും നമുക്കിനി ബാലചേട്ടൻ്റെയും കൂടെ ഒരു അഭിപ്രായം കേട്ടു നോക്കാം. എന്താണ് ആക്ടർ ബാലയ്ക്ക് പറയാനുള്ളത്? അദ്ദേഹം ഇതൊന്നും അറിഞ്ഞ മട്ടില്ല, അറിഞ്ഞിട്ടുണ്ടെങ്കിലും പെട്ടുപോയ മട്ടാണെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നു. എന്തായാലും അദ്ദേഹത്തിന് സുഖപരമായിട്ടുള്ള സന്തോഷപരമായിട്ടുള്ള കുടുംബജീവിതത്തിലേക്ക് വീണ്ടും ഒരു തള്ളിക്കയറ്റമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഒന്ന് ചോദിച്ചു നോക്കാം എന്താണ് ബാലചേട്ടന് പറയാനുള്ളത്, കേട്ടു നോക്കാം. എന്താ പറയുന്നത്, ശരിയാണോ അത്? ഇപ്പൊ നിങ്ങൾ വിളിക്കുമ്പോഴാണ് ഞാൻ ഇതൊക്കെ കേൾക്കുന്നത്, എന്താണുള്ളത് ഞാൻ അന്വേഷിക്കുന്നത്. കുറെ കേസ് പിന്നെയും വന്നു ഞാൻ അറിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ ഒരു സ്വസ്ഥമായിട്ട് ഒരു മാരേജ് ലൈഫില് ഒരു പ്രശ്നമില്ലാണ്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നു. ഇത്രേ ഉള്ളൂ. വെറുതെ അവരുടെ ഒരു മനസമാധാനപരമായിട്ടുള്ള കുടുംബജീവിതത്തിലേക്ക് നിങ്ങൾ ആവശ്യമില്ലാതെ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അവരെ ബുദ്ധിമുട്ടിക്കരുത്. അവർ സന്തോഷമായിട്ട് ഒരു കുക്കിംഗ് ചാനലും കുക്കിംഗ് വീഡിയോസൊക്കെ നല്ല വ്യൂസ് ആട്ടോ, അതിൽ നല്ല വരുമാനം കിട്ടുന്നുണ്ടായിരിക്കും. പിന്നെ ഇനിയും സിനിമകളൊക്കെ ഇഷ്ടംപോലെ ലിസ്റ്റിലുണ്ടാവുമല്ലോ. അപ്പം അദ്ദേഹം ഡേറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ സിനിമകൾ കാണും. അപ്പോൾ അതിനിടയ്ക്ക് ആവശ്യമില്ലാതെ ഈ രീതിയിലുള്ള എന്താ പറയുക ഒരു കേസ് കൊടുത്ത് അയാളെ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കരുത് മാത്രമാണ് അപേക്ഷ. എന്തായാലും കാണിച്ചത് മോശമായി പോയി എന്നാണ് എനിക്ക് പേഴ്സണലി എൻ്റെ അഭിപ്രായം. കാശ് വേണോ വേണ്ടയോ എന്നുള്ളതല്ല, അത് ആ കുട്ടിയുടെ ഭാവിക്ക് വേണ്ടി തന്നെ വേണ്ടാണ്. അല്ലാതെ ഈ കുറേ കേസുകൾ വരുന്നുണ്ടല്ലോ, ഭാര്യമാർക്ക് തൂത്തടിക്കാനായിട്ട് ഭർത്താക്കന്മാരെ ഡിവോഴ്സ് ചെയ്ത് കാശടിച്ച് മാറ്റുന്ന ഒരു രീതി, ആ രീതിയൊന്നും അല്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഇത് അന്യായമായിട്ടുള്ള സംഭവമാണ് കാണിച്ചിരിക്കുന്നത്. അത് തിരിച്ചു കൊടുത്ത് മാന്യത കാണിക്കണം. അല്ലെങ്കിൽ ഇതിന് എന്താണോ യഥാർത്ഥത്തിൽ എന്താണ് സംഭവം എന്നുള്ള വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കണം എന്നുള്ളതാണ് എനിക്ക് പേഴ്സണൽ അഭിപ്രായം. ഈ 2 വീഡിയോകൾ മാത്രമാണ് കണ്ടത്. ഇൻഷുറൻസ് ഡോക്യുമെൻ്റ് ഒന്നും പരിശോധിക്കാൻ നോക്കിയില്ല. FIR കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിഞ്ഞത്. പക്ഷേ FIR കൊടുത്തത് 2 ആഴ്ചകൾക്ക് മുമ്പാണ്. ഇതുവരെയായിട്ടും FIR വന്ന സ്ഥിതിക്ക് ഒരു നോട്ടീസോ ഒരു സംഭവമൊന്നും ബാലചേട്ടൻ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇതിപ്പോൾ ന്യൂസിൽ വരികയും പല യൂട്യൂബേഴ്സും ഉൾപ്പെടെ പല ആളുകളും ഇത് റിയാക്ട് ചെയ്തപ്പോഴാണ് ഇത് കൂടുതലും ജനശ്രദ്ധയിലേക്ക് അല്ലെങ്കിൽ ആളുകളുടെ ശ്രദ്ധയിലേക്ക് വന്നതാണ് തോന്നുന്നത്. എന്താണ് ബാലചേട്ടൻ പറയാനുള്ളത്? ഞാൻ തെറ്റുകാരനാണോ അള്ളി? എന്തുകൊണ്ട് ഇങ്ങനെ പരാതികൾ പിന്നെ വരുന്ന എനിക്കറിയില്ല. കുടുംബജീവിതത്തിലേക്ക് ഫൈൻ. അല്ല, മകളുടെ പേരിൽ ഇൻഷുറൻസ് അടച്ചിരുന്നത് മനസ്സിലാകുന്നില്ല. നോക്കട്ടെ, കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് എനിക്ക് ഒന്നും അറിയില്ല. ഇപ്പൊ നിങ്ങൾ വിളിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത്. ഇത് ഞാൻ ആദ്യം ഒന്ന് അന്വേഷിക്കട്ടെ.